അല്ല റാഷിദ, എന്താ പരിപാടി? ഞാൻ വാഷ് ബേസ് ക്ലീൻ ചെയ്യാ. വാഷ് ബേസ് ക്ലീൻ ചെയ്യേ? വാഷ് ബേസ് എത്ര ക്ലീൻ ചെയ്തിട്ട് എന്താണ്? ആദ്യം ഗ്ലാസ് മൊക്കെ നോക്കാം. ആദ്യം അതല്ലേ ഒരു മനുഷ്യൻ ക്ലീൻ ചെയ്യണ്ടേ? ഇനി വാഷ് ബേസ് ഇതാക്കി അയിമക്ക് തന്നെ തെറിച്ചൂലേ? ഗ്ലാസ് എത്ര ക്ലീൻ ചെയ്താലും ഇവര് വെള്ളം തെറിപ്പിച്ചാണ്ടാക്കുകയാണ്. പേപ്പർ ഇട്ട് തുടക്കണം, അത് എന്നാലേ ആ വൃത്തിക്ക് ഉണ്ടാവുള്ളൂ. ബ്യൂട്ടി പാർലറിലൊക്കെ ഗ്ലാസ് പേപ്പർ ഇട്ടാണ് തുടക്കുക. അല്ലാന്നുണ്ടെങ്കിൽ പിന്നെ അതിന് വേറൊരു സംഭവം ഉണ്ട്, ഒരു മൈക്രോ ഫൈബറിന്റെ ഒരു സാധനം വരുന്നുണ്ട്, അതുകൊണ്ട് തുടക്കണം. അതിനതോട് ഞാൻ കാണിച്ചത് എന്നാ ഇതുകൊണ്ട് തുടച്ചാ മതി. എത്ര വൃത്തിയായിട്ട ഗ്ലാസ് ആണെങ്കിലും ആ ഫിനിഷിംഗ് ആയി നിൽക്കും. ഇതുകൊണ്ട് ഗ്ലാസ് മാത്രമല്ല കേട്ടോ, നമുക്ക് എന്താ ഡൈനിങ് ടേബിള്, അതേപോലെ കിച്ചണിലെ പാത്രങ്ങള് ഒക്കെ ഇതൊരു മൾട്ടിപർപ്പസ് സ്ക്രബ്ബർ ടൈപ്പ് സാധനമാണ്. അതായത് മൈക്രോ അതെപ്പോഴും ഒരു ഇതുണ്ടാവും. എന്നിട്ട് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ പിഴിയും ചെയ്യാം. ആ ഞാൻ കൊണ്ടു വലിച്ചോക്കാം. ക്ലീനാണ്. ആ വെള്ളം മൊത്തം വലിഞ്ഞില്ലേ? ഇതേപോലെ നമുക്ക് ഡൈനിങ് ടേബിളും ഇതൊക്കെ ക്ലീൻ ചെയ്യാൻ പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. മൾട്ടിപർപ്പസ് സ്ക്രബ്ബർ ആണ്. പാത്രം കഴുകുക, പിഴിയാനുള്ള സെറ്റപ്പ് ഉണ്ട് അല്ലേ? നമുക്ക് സാധാ നമ്മളെ തുണിയൊക്കെ പീണ മാതിരി പ്രത്യേക ടൈപ്പ് സ്പോഞ്ച് ആട്ടോ ഗൈസ്, വെള്ളം വലിക്കുന്ന ടൈപ്പ്. നമുക്കിനി കാറ് തുടക്കാനായാലും വണ്ടിന്റെ ഗ്ലാസ് തുടക്കാനായാലും ഒക്കെ പറ്റുന്ന ഒരു സാധനമാണ് അല്ലേ? അടിപൊളി. അപ്പൊ നമുക്ക് വണ്ടിന്റെ ഗ്ലാസ് തുടക്കുക, അതേപോലെ നമ്മളെ ഷോപ്പിലെ ഗ്ലാസ്സുകൾ തുടക്കുക, വീട്ടിലെ ഗ്ലാസ്സുകൾ കൊടുക്കുക, ഡൈനിങ് ടേബിൾ തുടക്കുക, അതേപോലെ ഇതേപോലെയുള്ള സാധനങ്ങൾ തുടക്കുക, പാത്രങ്ങൾ കഴുകുക. ഇവിടെ കണ്ട റഫ് ആയിട്ടുള്ള സാധനമാണ്. അങ്ങനെ ഗ്ലാസിന്റെ വൃത്തിയാലുണ്ട്, ഫിനിഷിംഗ് ആയില്ലേ? അപ്പൊ ഗൈസ് ഈ കണ്ടകൾ ഈ പ്രൊഡക്റ്റ്, ഈ 3 പ്രൊഡക്റ്റിനും പാടെ ആകെ 100 സംതിങ് വരുന്നുള്ളൂ അല്ലേ? 3 കുറഞ്ഞ പൈസയേ ഉള്ളൂ. അപ്പൊ ഈ ഒരു സാധനം വീട്ടിൽ വാങ്ങിച്ചോളി. അത്യാവശ്യമാണ്, പെണ്ണുങ്ങൾക്കാണ് ഇതിന്റെ ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ അറിയുള്ളൂ. അപ്പൊ നമ്മുടെ മസ്റ്റ് ട്രൈ ആണ്. അപ്പൊ ഗൈസ് പ്രൊഡക്റ്റ് വേണ്ടവർക്ക് ഞാൻ വീഡിയോയിൽ ടാഗ് ചെയ്ത് കൊടുക്കുക. ഈ ഫോട്ടോത്തുമ്മ ഞെക്കിയാൽ മതി, വേഗം പോയി പർച്ചേസ് ചെയ്തോളൂ കേട്ടോ.